ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലും എല്ലാം തനിയെ ശരിയാവും. ഇവളോടുള്ള സ്നേഹം കൊണ്ടാ അമ്മ അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ ഡോക്ടർ പറഞ്ഞ് നമുക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഇരുത്ത്. സൂക്ഷിച്ചു. മതി മോളെ, ഇന്ന് ഇത്രയും മതി. ഇനി അവളെ കഷ്ടപ്പെടുത്താതിരിക്കും. പാവത്തിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്നു. അതെങ്ങനെ ശരിയാവും? ഓരോ ദിവസവും നടത്തത്തിന്റെ ഡ്യൂറേഷൻ കൂട്ടണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് ഒട്ടും നടന്നിട്ടില്ല. ഗിരി, നീ വെറുതെ വാശി പിടിക്കില്ലേ? ഈ കൊച്ചിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതിന് ഒരു പരിധിയുണ്ട്. പാവം, അതാകെ വാടിപ്പോയി. നീ ഇവളെ വിളിച്ചോണ്ട് മുറിയിലേക്ക് ചെല്ല്. ചെല്ല്. വാ. എന്താ അമ്മേ, എന്തു പറ്റി? അല്ല, നമ്മുടെ ഗിരിക്ക് സംഭവിച്ച ഒരു മാറ്റം ഉണ്ടല്ലോ. ഞാനത് ഓർക്കുകയായിരുന്നു. കട്ടിൽ നിന്ന് എഴുന്നേക്കാനാവാതെ കിടക്കുന്ന സുമിതയ്ക്ക് താലി കെട്ടിക്കൊടുക്കുന്നു, നെറ്റിയിൽ സിന്ദൂരം ചാർത്തുന്നു, വീൽ ചെയറിൽ കൊണ്ടു നടന്ന് കാഴ്ചകൾ കാണിക്കുന്നു. ഇപ്പതാ വാക്കറിന്റെ സഹായത്തോടെ നടക്കാൻ പരിശീലിപ്പിക്കുന്നു. ഞാൻ അന്നേ പറഞ്ഞല്ലേ, ഗിരിയേട്ടന്റെ ഈ സഹതാപ തരംഗം നമുക്ക് ഒട്ടും ഗുണം ചെയ്യില്ല. സെന്റിമെന്റ്സ് സ്നേഹത്തിന് വഴിമാറി കഴിഞ്ഞു. ഇതിന്റെ അവസാനം എന്തായിരിക്കും അമ്മയ്ക്ക് അറിയാലോ. അവസാനം എന്താവണമെന്ന് തീരുമാനിക്കാനുള്ള സമയം നമുക്കിപ്പോഴും ബാക്കിയുണ്ട്. അതോർത്ത് നീ പേടിക്കണ്ട. സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണെന്ന് പറയുന്നത് എത്ര ശരിയാ. എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചെങ്കിലും അത് കാരണമല്ലേ ഇങ്ങനെയൊരു ആപത്ത് സംഭവിച്ചതിൽ എനിക്ക് ഈശ്വരനോട് ഒരു പരാതിയില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദാമോദരന് ഓർമ്മയുണ്ടല്ലോ. കൊണ്ടുപോടാ. ആരാ
ആരാ ഇത്? മീര മേഡോ? വരൂ മേഡം, ഇരിക്കണം. ഗിരിധർ സാറില്ലേ? ഉണ്ട് മേഡം. ദാമു, മാഡം ഗിരിയെ വിളിക്കേ. ശരി മാഡം. പറ്റുമെങ്കിൽ മിസ്സസിനോടും കൂടി ഒന്ന് വരാൻ പറയൂ. ഓ ഓക്കെ മാഡം. ഇരിക്കൂ. പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയോ മേഡം? സൂക്ഷിച്ച്. അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. പ്രതി ഈ ചുറ്റുവട്ടത്ത് തന്നെ കറങ്ങുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ നിഗമനം. നമസ്കാരം സർ. നമസ്കാരം. ആ ഇരിക്കണം. സുമിത ഒരുവിധം ഓക്കെയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതാ ഞാൻ വന്നത്. സുമി, മീര വർഗീസ്, ക്രൈംബ്രാഞ്ച് CA. മീരയാണ് സുമിയുടെ കേസൊക്കെ അന്വേഷിക്കുന്നത്. കേസോ? എന്ത് കേസോ? അതായത് സുമിതയ്ക്ക് സംഭവിച്ച ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് പോലീസിന് ചില സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മാഡം. എന്നെ അങ്ങനെ മനഃപൂർവ്വം അപായപ്പെടുത്താൻ ഒരു ശത്രുക്കളും എനിക്കില്ല. അന്വേഷണം കഴിയുമ്പോഴേ ഇതൊക്കെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും. എന്തായാലും എന്തോ ഒരു ഗ്രഡ്ജ് ആർക്കും ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. ആ സനു, ശ്രീ, എന്താ നിന്ന് കളഞ്ഞ് കേറുവാ? ഇടിച്ച വണ്ടിയോ അതിൽ സഞ്ചരിച്ച ആളുകളെയോ സുമിതയ്ക്ക് കണ്ടാൽ തിരിച്ചറിയോ? ഇല്ല. വന്നിടിച്ച വണ്ടി പോലും തിരിച്ചറിയാൻ പറ്റുമെന്ന് തോന്നില്ല. വ്യക്തമായിട്ടൊന്നും എനിക്ക് ആ സംഭവത്തെക്കുറിച്ച് ഓർമ്മയില്ല. അന്നത്തെ ആ സംഭവത്തിൽ സുമിതയ്ക്ക് എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞ ഈ നിമിഷം വരെ ഞാൻ അശ്രദ്ധമായിട്ട് റോഡ് ക്രോസ് ചെയ്തപ്പോ എന്നെ ഏതോ വണ്ടി വന്നിടിച്ചു. ഞാൻ അങ്ങനെ വിചാരിച്ചോണ്ടിരുന്നേ. എന്നാൽ അങ്ങനെയല്ല. നിങ്ങളെ ഇടിച്ച വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വ്യാജമായിരുന്നു. എല്ലാം കൂട്ടി വായിക്കുമ്പോൾ സുമിതയ്ക്കെതിരെ നടന്നത് ഒരു മർഡർ അറ്റംപ്റ്റ് തന്നെയായിരുന്നു. എന്നെ കൊന്നിട്ട് ആർക്ക് എന്ത് കിട്ടാനാണ് മാഡം? അത് തന്നെയാണ് സുമിത ഞങ്ങളുടെ മുൻപിലുള്ള ആ ചോദ്യം. മാഡം ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായല്ലോ. ഇത്ര നാളായിട്ടും അതിനൊരു ഉത്തരം കിട്ടാത്ത സ്ഥിതിക്ക് അത് പോലീസിന് തോന്നിയൊരു തെറ്റിദ്ധാരണയായിക്കൂടെ? അല്ല, സുമിതടുത്തി പറഞ്ഞതൊക്കെ ശരിയാ. അവർക്ക് ശത്രുക്കളെ ഇല്ല. പിന്നെ ഇതൊരു മർഡർ അറ്റംപ്റ്റ് ആണെന്ന് സ്ഥാപിക്കാൻ ആകെയുള്ളത് വ്യാജ നമ്പർ പ്ലേറ്റ് ആണെന്നുള്ള കാര്യം മാത്രമാണല്ലോ. ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ഫലമായി സുമിതയടുത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. കേസ് അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് ഏട്ടത്തെ ബുദ്ധിമുട്ടിക്കാതിരുന്ന അതായിരിക്കും ഏട്ടത്തിക്കും ഞങ്ങൾക്കും ഒക്കെ സന്തോഷം. പിന്നെ ഏട്ടത്തി അശ്രദ്ധമായിട്ട് റോഡ് ക്രോസ് ചെയ്തപ്പോൾ നടന്ന ആക്സിഡന്റ് ആണെന്നും പരാതിയില്ലെന്നും ഏട്ടത്തി തന്നെ പറഞ്ഞല്ലോ, അല്ലേ ഗിരിയേട്ടാ? ഒരു ക്രൈം നടന്നാൽ അത് അന്വേഷിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് വിക്ടിമല്ല, പോലീസാണ്. അതുകൊണ്ട് തന്നെ സുമിതയുടെ കേസിൽ ആർക്ക് പരാതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഗിരി സാർ ഒന്ന് വരണം, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ പിടിക്കാം.
ആരെങ്കിലും ശത്രുക്കളുണ്ടോ? എന്റെ അറിവിൽ ആരുമില്ല. പിന്നെ ബിസിനസ്സുകാരനല്ലേ, ആർക്കെങ്കിലുമൊക്കെ ശത്രുത തോന്നാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. എനിക്ക് ശത്രുക്കളുണ്ടെങ്കിൽ അത് സുമിതയെ ബാധിക്കുന്നത് എങ്ങനെ? അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കേണ്ടത് എന്നെയല്ലേ? എക്സാക്ട്ലി. ഞാൻ പറയാൻ പോകുന്ന പോയിന്റും അത് തന്നെയാണ്. ദേ, ആ കിടക്കുന്ന മെർസിഡീസ് ബെൻസ്, അതിലാണ് സുമിത യാത്ര ചെയ്തിരുന്നെങ്കിൽ, അതിനു നേരെയാണ് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായതെങ്കിൽ ഉറപ്പായിട്ടും അത് സാറിന് നേരെയുള്ള ആക്രമണമാണെന്ന് നമുക്ക് ഊഹിക്കാം. ഒരു ഓട്ടോറിക്ഷയിൽ പോയി ഇറങ്ങി റോഡ് മുറിച്ച് കിടക്കാൻ ശ്രമിച്ച സുമിതയെ ആരെങ്കിലും മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഗിരിസാറിനോടുള്ള വിരോധം കൊണ്ടായിരിക്കില്ല. അത് സുമിതയോടുള്ള ശത്രുത കൊണ്ട് തന്നെയാണ്. ആര്? എന്തിന്? അതെ, ആര് എന്തിന്? ഈ ചോദ്യത്തിന് തന്നെയാണ് ഞങ്ങൾ പോലീസുകാരും ഉത്തരം തേടാൻ ശ്രമിക്കുന്നത്. സുമിതയ്ക്ക് ശത്രുക്കളായ ആരും തന്നെ ഇല്ല എന്നാണ് എല്ലാരും പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു ശത്രു ഉണ്ട്. ഞങ്ങളുടെ നിഗമനത്തിൽ അത് ഈ കുടുംബത്തിലുള്ള ആരോ ഒരാളാണ്. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്ന ഈ പോലീസിന്റെ സ്ഥിരം പരിപാടി ഈ കേസിൽ വേണ്ട. ഒരു കാര്യം ഞാൻ പറയാം, വളരെ സമാധാനപരമായും സന്തോഷത്തോടു കൂടിയും ജീവിക്കുന്ന ഒരു കുടുംബമാണ് എന്റേത്. അതിനെ ഇല്ലാതാക്കാൻ ആര് ശ്രമിച്ചാലും ഞാൻ പ്രതികരിക്കും. എന്റെ അമ്മയും സഹോദരങ്ങളും അമ്മാവനും അടങ്ങുന്നതാണ് ഈ കുടുംബം. മീര പറഞ്ഞു വരുന്നത് ഈ കൃത്യം ചെയ്തത് ഇവരിൽ ആരോ ഒരാളാണെന്നല്ലേ? അത് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. ഈ കേസിന്റെ അന്വേഷണം ലോക്കൽ പോലീസിൽ നിന്ന് നിങ്ങളെ ഏൽപ്പിക്കാൻ എനിക്ക് സാധിച്ചെങ്കിൽ അതുപോലെ തന്നെ ഈ കേസിൽ നിന്ന് നിങ്ങളെ മാറ്റാനും എനിക്ക് സാധിക്കും. അത് മറക്കണ്ട മീര. ഏട്ടാ, അവരെന്ത് പറഞ്ഞു? ഏയ്, ഒന്നുമില്ല മോളെ. അമ്മ, എന്തൊക്കെയാ അമ്മ ഇവിടെ നടക്കുന്നത്? ഇങ്ങനെ കൊച്ചു വെളുപ്പാങ്കാലം മുതല് നമ്മുടെ വീട്ടിൽ പോലീസ് കയറി ഇറങ്ങാന്ന് പറഞ്ഞാ എന്തൊരു നാണക്കേടാ അത്. ഇങ്ങനെ ഇവിടെ നിരന്തരം പോലീസ് കയറി ഇറങ്ങിയ നാട്ടുകാരെന്ത് പറയും? കിരീടൻ എന്താ ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കാത്തെ? എന്ത് ചെയ്യാം? അങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ പോലീസിനത് അന്വേഷിച്ചല്ലേ മതിയാവൂ. എന്നാലും സുമിതയോട് ഇത്ര ശത്രുതയുള്ളത് ആർക്കാ? അതാ എനിക്ക് ഇപ്പോഴും പിടികിട്ടാത്തത്. എനിക്ക് തോന്നുന്നത് അവളെ ആരും അപായപ്പെടുത്തിയതൊന്നും ആയിരിക്കില്ല. പിന്നെ കണ്ട കഥയും നോവലും ഒക്കെ വായിച്ച് തലയ്ക്ക് ഭ്രാന്ത് കയറി വെളിവില്ലാതെ റോഡിൽ കൂടെ നടന്നു കാണും. അപ്പൊ ഏതെങ്കിലും വണ്ടി വന്നിടിച്ചതാവാനാ സാധ്യത. ഏയ്, അങ്ങനെയൊന്നുമല്ല. പോലീസുകാർ ഇത്ര തറപ്പിച്ച് പറയുമ്പോ പിന്നിൽ ആരോ ഉണ്ടെന്നുള്ളത് ഒരു സത്യം തന്നെയാ. അതാരാണെന്നുള്ളതാ ഇനി കണ്ടുപിടിക്കേണ്ടത്. ആ, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കാന്നുള്ളതാ പോലീസുകാരുടെ ഒരു രീതി. പോലീസുകാർക്ക് വേണ്ടത് ഒരു പ്രതിയാ. ഇനിയിപ്പോ അമ്മായിയമ്മ എന്ന പേരില് അമ്മ വരെ അകത്താകാനും മതി. ഇനിയിപ്പൊ ഞാൻ ഗുളിക മാറ്റിവെച്ചതൊക്കെ അവരറിഞ്ഞു കാണോ? ഈശ്വര, പണിയാവൂ. അമ്മ എന്തേ ആലോചിക്കുന്നേ? ഒന്നുമില്ല. അവള് ആരോഗ്യത്തോടെ തിരിച്ചു വന്ന സ്ഥിതിക്ക് എന്തിനാ ഈ കേസും വഴക്കും ഒക്കെ? സമാധാനമായിട്ട് ഇനിയുള്ള കാലം ജീവിച്ചാ പോരെ? അത് തന്നെയാ ഞാനും പറയുന്നത്. അമ്മ ഗിരീഷിനെ ഒന്ന് ഉപദേശിക്കണം.
പോലീസിന്റെ തലപ്പത്ത് സ്വാധീനിച്ച് ഈ മീര വർഗീസിനെ കേസന്വേഷണത്തിന് കൊണ്ടുവന്നത് ഏട്ടനാ. അതുകൊണ്ട് അവളെ വന്ന പോലെ പറഞ്ഞു വിടാനും ഏട്ടന് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നിരപരാധികളായ നമ്മളെ ആരെയെങ്കിലും മീര വർഗീസ് പ്രതിയാക്കും. അങ്ങനെ സംഭവിച്ച ഈ കുടുംബത്തിന്റെ മാനം എപ്പ കപ്പലേറിന്ന് ചോദിച്ചാ മതി. നീ എന്തായി നോക്കുന്നത്? എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ? അങ്ങനെ എല്ലാത്തിനും ഞാൻ ഗിരിനെ ആശ്രയിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ശരിയാവുക? ഈ വയ്യാത്ത അവസ്ഥയില് നിന്റെ കാര്യങ്ങള് ഞാനല്ലാതെ പിന്നെ മറ്റാരാ നോക്കേണ്ടത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കണ്ട. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു തന്നിരിക്കും. ഓ, ഇങ്ങനെയൊക്കെ പറയാൻ ഒരാളുണ്ടല്ലോ, അത് മതി. ആ അതിങ്ങതാ, എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാ മതി. ഞാൻ ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ എനിക്കെന്തോ മടിയുള്ളതായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതാ ഞാൻ നിർബന്ധിക്കാതിരുന്നേ. സാഹചര്യത്തിനനുസരിച്ച് മാറാൻ കഴിവുള്ളത് കൊണ്ടല്ലേ നമ്മളൊക്കെ മനുഷ്യരായത്. ഇപ്പോഴത്തെ ആവശ്യം ആദ്യം നടക്കട്ടെ. സുമി ഒന്ന് തിരിഞ്ഞ്, ഞാൻ കുത്തിത്തരാം. തിരിയേ. ഗിരി, അയ്യോ, കയ്യില് കുത്തിയോ? ശരി, ചോര. സൂക്ഷിച്ച് വേണ്ട ഇതൊക്കെ ചെയ്യാൻ. കാണിച്ചേ. കുറച്ചുകൂടെ. ഞാൻ പറഞ്ഞില്ലേ, രക്തം നിന്നു. ശരിയാ, ആ ഫ്ലോ അങ്ങ് നിന്നു. സുമി ഒന്ന് തിരിഞ്ഞ്, ഞാൻ കുത്തിത്തരാം. അയ്യോ വേണ്ടായേ. ഇനി എന്തെങ്കിലും അബദ്ധം കാണിച്ചാലേ എനിക്ക് വയ്യ കിടന്നോടാൻ. അതുകൊണ്ട് ഇത്തിരി കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ തന്നെ ഇത് ചെയ്തോളാം.